നമസ്കാരം. ഭാരതീയ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI വിമാനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രതിരോധ മേഖലയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. വ്യോമസേനയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പോർവിമാനങ്ങളെ ആധുനിക യുദ്ധമുറകൾക്ക് സജ്ജമാക്കുന്ന സൂപ്പർ സുഖോയ് പദ്ധതിയുടെ അവസാനഘട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ DK സുനിൽ വ്യക്തമാക്കിയത് ഈ രംഗത്ത് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. സുഖോയ് വിമാനങ്ങളുടെ നവീകരണത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അനുമതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി ചർച്ചകളിൽ മാത്രമായിരുന്ന ഈ ബൃഹത് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് ഇന്ത്യയുടെ ആകാശക്കരുത്തിന് പുതിയ മാനങ്ങൾ നൽകും. HAL ചെയർമാൻ്റെ വാക്കുകൾ പ്രകാരം പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയാക്കി കഴിഞ്ഞു. ഭാരതീയ വ്യോമസേന, DRDO, HAL എന്നിവർ സംയുക്തമായി നടത്തിയ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 84 വിമാനങ്ങളുടെ ആദ്യഘട്ട നവീകരണ പാക്കേജിന് അന്തിമ രൂപം നൽകി കഴിഞ്ഞു. വിമാനങ്ങളിൽ ഘടിപ്പിക്കേണ്ട അത്യാധുനിക ഏവിയോണിക്സ്, ആയുധങ്ങൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവയെ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഭരണപരമായ ചില നടപടിക്രമങ്ങളും കരാർ സംബന്ധമായ അവസാനവട്ട മിനുക്കുപണികളും മാത്രമാണ് ബാക്കിയുള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഇത്രയും വലിയൊരു പ്രതിരോധ പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം ലഭിക്കുന്നതിന് മുൻപുള്ള സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വരും മാസങ്ങളിൽ തന്നെ ഈ തടസ്സങ്ങൾ നീങ്ങി പദ്ധതിക്ക് പച്ചക്കൊടി ലഭിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ സമയക്രമം അതിനിർണായകമാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും കൂടുതൽ എണ്ണമുള്ളതും തന്ത്രപ്രധാനവുമായ വിമാനമാണ് സുഖോയ് 30 MKI. അതിർത്തി സംരക്ഷണം മുതൽ ദീർഘദൂര ആക്രമണങ്ങൾ വരെ ഈ വിമാനത്തിൻ്റെ ചുമതലയാണ്. എന്നാൽ സേനയുടെ ഭാഗമായി 2 പതിറ്റാണ്ട് പിന്നിടുന്ന സാഹചര്യത്തിൽ ഈ വിമാനങ്ങളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലും റഡാറുകളിലും കാലാനുസൃതമായ മാറ്റം അത്യന്താപേക്ഷിതമാണ്. സൂപ്പർ സുഖോയ് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച വിരൂപാക്ഷ AESA റഡാർ, അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട കോക്പിറ്റ് ഡിസ്പ്ലേകൾ എന്നിവ വിമാനത്തിൽ ഉൾപ്പെടുത്തും. ഇത് വിമാനത്തിൻ്റെ പ്രഹരശേഷിയും പ്രതിരോധ ശേഷിയും ഇരട്ടിയാക്കും. നവീകരണ പ്രവർത്തനങ്ങളുടെ വലിയൊരു ഭാഗം HALൻ്റെ നാസിക് ഡിവിഷനായിരിക്കും നിർവഹിക്കുക. ദീർഘകാലമായി സുഖോയ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും ഏർപ്പെട്ടിരിക്കുന്ന നാസിക് യൂണിറ്റിന് ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അനുഭവ സമ്പത്തുമുണ്ട്. പുതിയ മിസൈലുകളും സ്മാർട്ട് ബോംബുകളും വിമാനത്തിൽ സംയോജിപ്പിക്കുന്നതിലൂടെ സുഖോയ് 30 MKI ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ പോർ വിമാനങ്ങളിൽ ഒന്നായി മാറും. ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന AMCA പോലെയുള്ള 5ാം തലമുറ വിമാനങ്ങൾ സേനയുടെ ഭാഗമാകുന്നത് വരെ ആകാശത്ത് ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കുവാൻ ഈ നവീകരണം സഹായിക്കും. സാങ്കേതിക വിദ്യയുടെ അഭാവം മൂലം ഒരു വിമാനം പോലും പിന്തള്ളപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് മുൻഗണന നൽകുന്നത്. സുഖോയ് വിമാനങ്ങളുടെ നവീകരണം വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണ്. ആധുനിക യുദ്ധങ്ങൾ വിവരസാങ്കേതിക വിദ്യയിലും സെൻസറുകളിലും അധിഷ്ഠിതമായതിനാൽ പഴയ പ്ലാറ്റ്ഫോമുകളെ നവീകരിക്കുക എന്നത് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ പ്രധാനമാണ്. സൂപ്പർ സുഖോയ് യാഥാർത്ഥ്യമാകുന്നതോടെ 2040 വരെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം സുരക്ഷിതമായിരിക്കും. HAL ചെയർമാൻ്റെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വയം പര്യാപ്തതയിലേക്കും അത്യാധുനിക വൽക്കരണത്തിലേക്കും അതിവേഗം കുതിക്കുകയാണ് എന്നാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ ആകാശത്ത് സുഖോയുടെ ഗർജനം കൂടുതൽ കരുത്തോടെ മുഴങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.